ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2 ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫുൾ 3Dയും കുറിച്ചാണ്. ഏകദേശം 1.5 മാസത്തോളമായി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. നമ്മൾ മുൻപ് ഏകദേശം 200-ൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസ് കാണാത്ത കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ പുതിയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ. ഈ വീടിന് 2 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് കയറാവുന്ന രീതിയിലേക്കാണ്. അങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം, 2nd ഫ്ലോറിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് അവിടെ റെൻറ്റ് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളൊരു കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ഈ കാർ പോർച്ചിൻ്റെ സ്പേസ് 330 സെൻറ്റിമീറ്റർ വീതിയും 330 സെൻറ്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ കാർ പോർച്ചിൻ്റെ നീളം 330 പോരാ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് 305 സെൻറ്റിമീറ്റർ നീളവും 155 സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ സ്പേസ് 330 സെൻറ്റിമീറ്റർ വീതിയും 330 സെൻറ്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് 3 പാളികളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലെഫ്റ്റ് സൈഡിലായിട്ടും 3 പാളികളുള്ള മറ്റൊരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പ്രയറിംഗ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മളൊരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ 3 പാളികളൊരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ സ്പേസ് വരുന്നത് 300 സെൻറ്റിമീറ്റർ വീതിയും 380 സെൻറ്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ലിവിങ് ഏരിയയിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് 330 സെൻറ്റിമീറ്റർ നീളവും 300 സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടും ബാക്ക് സൈഡിലായിട്ടും 3 പാളികൾ വീതമുള്ള ഒരു വിൻഡോകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബെഡ് കോട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോപ്പർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിൻ്റെ സ്പേസ് 180 സെൻറ്റിമീറ്റർ വീതിയും 190 സെൻറ്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വിൻഡോ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് 330 സെൻറ്റിമീറ്റർ നീളവും 300 സെൻറ്റിമീറ്റർ വീതിയും തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെഡ് കോട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ബാക്ക് സൈഡിലായിട്ട് 3 പാളികളൊരു വിൻഡോ കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ സ്പേസ് 250 സെൻറ്റിമീറ്റർ നീളവും 140 സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വിൻഡോ കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ സ്പേസ് 300 സെൻറ്റിമീറ്റർ വീതിയും 380 സെൻറ്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്.
ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചൺ സിങ്ക് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ സ്പേസ് വരുന്നത് 160 സെന്റിമീറ്റർ വീതിയും 380 സെന്റിമീറ്റർ നീളവുമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിന്റെ സ്പേസ് 250 സെന്റിമീറ്റർ നീളവും 140 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് വരുന്നത് 1200 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കുള്ള സ്പേസ് 750 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഈ ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് 900 സെന്റിമീറ്ററുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഈ വീടിന് 2 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 5 സെന്റ് പ്ലോട്ടിൽ നമുക്ക് ഈ വീട് നിർമ്മിക്കാവുന്നതാണ്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ആണ്. പുറത്ത് നിന്ന് സ്റ്റെയർ കേസ് കയറാവുന്ന രീതിയിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്ത് നിന്ന് സ്റ്റെയർ കേസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഫുൾ 3D ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.